നമസ്കാരം. നിലവിൽ രാജ്യത്തെ 6 ദേശീയ പാർട്ടികളിൽ ഒന്നാണ് CPM. ഒരു കാലത്ത് ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലിരുന്ന പാർട്ടിയുടെ പിടിയിൽ നിന്ന് ബംഗാളും ത്രിപുരയും പോയതോടെ ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം മാത്രമായിട്ട് CPMൻ്റെ ചുവന്ന തുരുത്തായി മാറുകയായിരുന്നു. 43-ൽ നിന്ന് 3 സീറ്റിലേക്ക് കൂപ്പുകുത്തുന്ന തിരിച്ചടിയാണ് CPMന് ഉണ്ടായത്. കഴിഞ്ഞ 20 കൊല്ലത്തിലെ 4 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയാണ് കണ്ടത്. ലോക്സഭയിൽ CPM നിർണായക ശക്തിയായ തെരഞ്ഞെടുപ്പായിരുന്നു 2004. ബംഗാളിലെ 26ഉം കേരളത്തിലെ 12ഉം അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും 2 വീതവും ആന്ധ്രാപ്രദേശിലെ 1 അടക്കം 43 സീറ്റുകളാണ് അന്ന് CPM നേടിയത്. വോട്ട് ഷെയർ 5.66%. ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആ കാലത്തിന് ശേഷം 2009-ൽ സീറ്റുകൾ 16 കുറഞ്ഞു. ബംഗാളിൽ 9, കേരളത്തിൽ 4, ത്രിപുരയിൽ 2, തമിഴ്നാട്ടിൽ 1. എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചില്ല. 2014 എത്തിയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. ജയിക്കാനായത് 9 സീറ്റുകളാണ്. കേരളം 5ഉം അതുപോലെ തന്നെ ബംഗാളും ത്രിപുരയും 2 വീതവും നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM നേതാക്കളൊക്കെ അണികളോട് ആവർത്തിച്ച് പറഞ്ഞത് ദേശീയ പാർട്ടി നിലനിർത്തണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ജയിക്കണം എന്നതായിരുന്നു. എന്നാൽ ഇതുവരെ CPM ദേശീയ പാർട്ടി പദവി നിലനിർത്തിയിരിക്കുന്നത് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായതിനാലാണ്. കേരളം, ബംഗാൾ, അതുപോലെ തന്നെ തമിഴ്നാട്, ത്രിപുര എന്നീ 4 സംസ്ഥാനങ്ങളിൽ CPMന് സംസ്ഥാന പാർട്ടി പദവിയും. അതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായിട്ട് CPM തുടരുന്നത്. അതേസമയം ബംഗാളിൽ 2026-ൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യമാണെന്ന് നേതൃത്വത്തിന് ഇപ്പോൾ നന്നായിട്ട് അറിയാം. 2024 മാർച്ച് 23-ലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 6 ദേശീയ പാർട്ടികളേ ഉള്ളൂ. 57 സംസ്ഥാന പാർട്ടികളുമുണ്ട്. 3.5 പതിറ്റാണ്ടിലേറെ CPM ഭരിച്ച ബംഗാളിൽ പാർട്ടി തകർന്ന തരിപ്പണമായ അവസ്ഥയാണ്. സംസ്ഥാന നിയമസഭയിൽ CPMന് ഒരംഗം പോലുമില്ല. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നും 2% ലോക്സഭാ സീറ്റുകളിൽ, അതായത് 11 സീറ്റുകളിൽ വിജയമോ അല്ലെങ്കിൽ 4 ലോക്സഭാ അംഗങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ 4 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 6% വോട്ട് നേടുകയോ അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവിയോ ഉള്ള പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നത്. ഈ 3 വ്യവസ്ഥകളിൽ ഒന്നെങ്കിലും പാലിച്ചാൽ ദേശീയ പാർട്ടി പദവി ലഭിക്കും. 17-ാം ലോക്സഭയിൽ CPMന് 3 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നും AM ആരിഫും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 അംഗങ്ങളും, ഇനി അതുപോലെ തമിഴ്നാട്ടിൽ മധുര, ഡിണ്ടിഗൽ മണ്ഡലങ്ങളിലാണ് ഇവർ ജയിച്ചത്. മധുരയിൽ S വെങ്കിടേശൻ 2 ലക്ഷത്തിലേറെ വോട്ടിനെ വിജയിച്ചു. ഡിണ്ടിഗലിൽ R സച്ചിദാനന്ദും 4 ലക്ഷത്തോളം വരുന്ന വോട്ടിനാണ് വിജയിച്ചത്. രാജസ്ഥാനിലെ 1 സീറ്റിന് പുറമെ തമിഴ്നാട്ടിലെ മറ്റ് 2 സീറ്റുകളിലും CPM സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചത് കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ്. അതായത് CPMൻ്റെ 4-ൽ 3 MPമാരും കോൺഗ്രസിൻ്റെ സഹായത്താൽ മാത്രം സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവർ 3 പേരും എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിനെ അനുകൂലമായി മാത്രമാണ്. അല്ലെങ്കിൽ അടുത്ത തവണ വിജയിക്കാനാവില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചാലും 11 ലോക്സഭാംഗങ്ങളുണ്ട് എന്ന കാരണത്താൽ CPMന് ദേശീയ പാർട്ടി പദവി ലഭിക്കുമായിരുന്നില്ല. കാരണം 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 ലോക്സഭാംഗങ്ങൾ എന്നതാണ് ദേശീയ പാർട്ടി പദവിക്കുള്ള വ്യവസ്ഥ. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ ഒരാളെപ്പോലും വിജയിപ്പിക്കാനുള്ള ഒരു ശേഷി CPMനില്ല എന്ന് CPM സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെയാണ് രാജസ്ഥാനിലെ സിക്കാറിൽ CPM കണ്ണുവച്ചത്. 1996-ന് ശേഷം സിക്കാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായിട്ട് 6 തവണ ആംരാറാം മത്സരിച്ചുവെങ്കിലും ഒരിക്കൽ പോലും വിജയിക്കാനായിരുന്നില്ല. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് സിക്കാർ. പലതവണ കോൺഗ്രസ് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഭാഷ് മഹാരിയ നേടിയത് 4,74,948 വോട്ടുകളാണ്. അന്ന് വിജയിച്ച BJP സ്ഥാനാർത്ഥി സ്വാമി സുമേധാനന്ദ സരസ്വതി 7,72,104 വോട്ടുകൾ നേടി. അന്നും സിക്കാറിലെ CPM സ്ഥാനാർത്ഥി ഈ സംസ്ഥാന സെക്രട്ടറി
ആംരാറാം തന്നെയായിരുന്നു. ആംരാറാമിന് ലഭിച്ചതാകട്ടെ വെറും 31,462 വോട്ടുകളും. CPM സ്ഥാനാർത്ഥി സിക്കാറിൽ ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് തന്നെ പിന്തുണ എന്നുറപ്പിച്ചാണ് 2019 4,74,948 വോട്ട് നേടിയ മണ്ഡലം CPMനെ മത്സരിക്കാനായിട്ട് കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിലും അത് CPMന് ഗുണം ചെയ്തു. കൈവിട്ടു പോയെന്ന് കരുതിയ ദേശീയ പാർട്ടി പദവി ഇനിയും ഒരു 10 വർഷത്തോളം CPMന് സ്വന്തം ദേശീയ തലത്തിൽ CPM വെറും 4 സീറ്റുകളിലാണ് വിജയിച്ചത്. കേരളത്തിലെ 1 പുറമെ തമിഴ്നാട്ടിൽ 2 രാജസ്ഥാനിൽ 1 CPM വിജയിച്ചത് തന്നെ. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.